ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും അബ്നോർമൽ ആയിട്ടുള്ള ഒരു യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടായിട്ടൊക്കെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ പിപ്പൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ എൻഡോമെട്രിയൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഓഫീസ് ബയോപ്സി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതും ഈ ഒരു DNC പണ്ട് കാലങ്ങളിൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു പേരായിരുന്നു DNC. അപ്പോൾ ഈ ഒരു DNCയും അതേപോലെ തന്നെ പിപ്പൽ സാമ്പിളിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഇത് സെയിം ആണോ, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നല്ലത് എന്നിങ്ങനെയുള്ള കുറേ ക്ലാരിഫിക്കേഷൻ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇതാണ് പിപ്പൽ എന്നുള്ള ആ ഒരു പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻറ്റ്. ഇത് ഒരു പ്ലാസ്റ്റിക് കാനുലിയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്പർ ഇങ്ങനെ കാണാൻ പറ്റും, നമ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഗർഭാശയത്തിൻ്റെ ഉൾവശത്ത് കയറ്റി അതിൻ്റെ ഉള്ളിലുള്ള ഒരു എൻഡോമെട്രിയൽ ലെയർ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പിപ്പൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനാണ് ഇത് എടുക്കുന്നത്. അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് പല കാരണങ്ങൾ കൊണ്ട് വരാം. യൂട്രസിനകത്തുള്ള ദശവളർച്ച, ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള പാടയുടെ പ്രശ്നം കൊണ്ടൊക്കെ വരാം. അപ്പം യൂട്രസിൻ്റെ ഉള്ളിലുള്ള പാടയുടെ പ്രശ്നം കൊണ്ട് വരുന്ന കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ പിപ്പൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് ഓഫീസ് ബയോപ്സി എന്നാണ്. അതായത് ഈ ഒരു സാമ്പിൾ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു അഡ്മിഷൻ്റെ ആവശ്യമില്ല. പണ്ടത്തെ പ്രൊസീജിയർ DNC നമുക്കറിയാം, അനസ്തേഷ്യ കൊടുത്ത് ഒരു ദിവസം അഡ്മിറ്റൊക്കെ ആക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ DNCയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിപ്പൽ സാമ്പിളിങ്ങിന് അഡ്മിഷൻ്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ അനസ്തേഷ്യയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണിത്. എന്നാൽ സെൻസിറ്റിവിറ്റി, അതായത് രോഗം കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു DNCക്ക് തുല്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 98% സെൻസിറ്റിവിറ്റി പറയുന്നത്. സ്പെസിഫിസിറ്റിയും, അതായത് രോഗം കണ്ടുപിടിച്ചാൽ അത് ആ രോഗം തന്നെ ആകുവാനുള്ള സാധ്യതയും ഈ ഒരു ടെസ്റ്റ് വഴി നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂഷ്വലി പെയിൻ അധികം ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് നമ്മൾ അനസ്തേഷ്യ അധികം കൊടുക്കാത്തത്. പിന്നെ പ്രൊസീജിയറിന് ശേഷവും പ്രത്യേകിച്ച് വലിയൊരു ഡിസ്കംഫർട്ടൊന്നും ഉണ്ടാവാറില്ല. ഈ ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് കൂടാതെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനും ഈ ഒരു പിപ്പൽ സാമ്പിളിംഗ് ചെയ്യാറുണ്ട്. അതായത് ആർത്തവം നിന്ന് ഒരു വർഷത്തോളം ആർത്തവം ഇല്ലാത്തൊരവസ്ഥയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ആർത്തവ വിരാമത്തിന് ശേഷം ബ്ലീഡിങ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഗുരുതരമായ ഗർഭാശയ ക്യാൻസറുകളുടെ ഒരു ലക്ഷണമായിട്ട് ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് കാണാറുണ്ട്. അതിൻ്റെ ഒരു ഇവാലുവേഷനും ഈ ഒരു പിപ്പൽ സാമ്പിളിംഗ് ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വന്ധ്യത. അപ്പോൾ അതിൽ ഗർഭാശയത്തിൻ്റെ പാടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു വന്ധ്യത ഉണ്ടാവുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു പിപ്പൽ സാമ്പിളിംഗ് സഹായിക്കാറുണ്ട്. പിന്നെ നാലാമതായിട്ട് പറയുന്നത് നമ്മൾ യൂഷ്വലി ഈ അബ്നോർമലായിട്ടുള്ള യൂട്രസിൻ്റെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഡ്യൂ ടു ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഗർഭപാത്രം ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു പിപ്പൽ സാമ്പിളിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറേയധികം സംശയങ്ങൾ തീർന്നെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട്, ഈസി ആയിട്ട്, അതേപോലെ തന്നെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗനിർണയത്തിന് സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് പിപ്പൽ സാമ്പിളിംഗ്.